പ്രേം, ഈ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ 8 രൂപയാണ് പെട്രോളിന്റെ വില വർധനമായിട്ട് വന്നിരിക്കുന്നത്. ഇത് 4 തവണയാണ് വില വർധന ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ അവസാനം വന്നു നിൽക്കുന്നത് 2 രൂപ 61 പൈസ പെട്രോളിന് വില കൂട്ടി, ഡീസലിന് 2 രൂപ 71 പൈസ. എന്താണ് ഈ ഇങ്ങനെ ഒരു പെട്ടെന്ന് എത്രയെങ്കിലും പ്രാവശ്യമായി അടിക്കടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക? 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇതൊക്കെ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് പറയാനുള്ള ഉത്തരം ആദ്യം തന്നെ കയറി പറഞ്ഞു. അതായത് എന്തുകൊണ്ട് ഈ വർധനവ് ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്നതിന്റെ ഉത്തരം അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ സൗകര്യപൂർവ്വം അങ്ങ് കൂട്ടാം. ഈ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ആ സമയത്ത് ഒരു ഇന്ധന വില വർധന വന്നാൽ സ്വാഭാവികമായിട്ടും ജനവികാരം എതിരാകും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു മുതൽ മാധ്യമങ്ങളിൽ വാർത്ത വരാൻ തുടങ്ങി. കാര്യം നമുക്കറിയാം, ആഗോള സാഹചര്യം അറിയാമല്ലോ. ഇറാനും അമേരിക്കയായിട്ടുള്ള യുദ്ധം നടക്കുന്നു, ലോകത്തെമ്പാടും വലിയ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും നമുക്കും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടൊരു ഇന്ധന വില വർധനം ഉണ്ടാകണം. പക്ഷേ ഈ ഇലക്ഷൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മളത് ആ പ്രഖ്യാപനം നടപ്പിലാക്കുന്നത് കുറച്ചങ്ങ് ഡിലേ ചെയ്തിരുന്നു എന്നുള്ള സംഗതിയാണ്. പക്ഷേ അത് ഇനിയിപ്പോൾ സൗകര്യപൂർവ്വം ഓരോ ദിവസവും വിപണിയുടെ അടിസ്ഥാനമാക്കി ഇന്ധന വില നിശ്ചയിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് കൊടുത്തേക്കാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അവർക്ക് ആ കാര്യത്തിലൊരു സ്വയം നിർണയ അധികാരമുണ്ട്, അവകാശമുണ്ട്. അവർ ഓരോ ദിവസവും വിപണി സാഹചര്യം അനുസരിച്ച് ഇങ്ങനെ വില കയറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം നിലവിലെ മാധ്യമ റിപ്പോർട്ടുകൾ അത് വാസ്തവമാണെങ്കിൽ ഇനി പെട്രോളിന് 25 രൂപ വരെ ഇനിയും കൂടാം, ഡീസലിന് ഒരു 35 രൂപ വരെയും ഇനിയും കൂടാം. നിലവിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ മെയ് 15 ശേഷം 4 തവണ ഇന്ധന വില വർധനവ് നടപ്പിലാക്കിയിട്ടുണ്ട്. പെട്രോളിന് കൃത്യം പറഞ്ഞ 7 രൂപ 38 പൈസയും ഡീസലിന് 7 രൂപ 53, ഏതാണ്ട് 8 രൂപയ്ക്ക് അടുത്ത് വർധനവ് ഉണ്ടായിട്ടുണ്ട്. ലേറ്റസ്റ്റ് വന്നത് പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസ. ഇപ്പൊ വിൽപ്പന വില 115 രൂപ 32 പൈസയാണ്. അപ്പൊ ഇനി ഒരു 25 രൂപ കൂടി കിട്ടുമ്പോൾ ഏകദേശം ഒരു കേരളത്തിൽ ഓരോ ജില്ലയിലും ഓരോ അത് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ ഉണ്ടാകുമല്ലോ. ഇപ്പൊ കൊച്ചി റിഫൈനറിയിൽ നിന്ന് കാസർഗോഡ് വരെ എത്തുന്നതിനും തിരുവനന്തപുരം വരെ എത്തുന്നതിനും 2 ചെലവാണല്ലോ. അപ്പോൾ അതും എല്ലാം ഇതിനെ ബാധിക്കും. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം പറഞ്ഞു വരികയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഒരാഴ്ചക്കുള്ളിൽ ഈ പെട്രോൾ ഡീസൽ വില ഒരു 150 രൂപയ്ക്ക് അടുത്തേക്ക് എത്തും. 150 രൂപ. ഇപ്പോൾ തന്നെ ഈ വാർത്താ മാധ്യമങ്ങളിൽ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു വില വർധനം ഉണ്ടാകുമ്പോൾ നാട്ടുകാരുടെ പ്രതികരണത്തിന് പോകുമല്ലോ. ആദ്യം പ്രതികരണം എടുക്കാൻ പോകുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് തൊഴിലാളികളായിരിക്കും. അവരിപ്പോഴേ തന്നെ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇപ്പം മിനിമം ചാർജ് 30 രൂപ 40 ആക്കണം. സ്വാഭാവികമാണ്, ഇന്ധന വില വർധനമുണ്ട്. പിന്നെ ഈ യുദ്ധം കാരണം ഈ സ്പെയർ പാർട്സുകളുടെയൊക്കെ വില വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവരുടെ ആവശ്യം ന്യായമാണ്. ഇത് ആത്യന്തികമായിട്ട് വന്ന് തലയിൽ വീഴുന്ന ആരുടെ? പൊതുജനങ്ങളുടെ, സാധാരണക്കാരന്റെ കയ്യിലാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ മറ്റൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയുണ്ട്. രാജ്യം വലിയ പണപ്പെരുപ്പം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പണപ്പെരുപ്പം കേവല യുക്തിയിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം: നമ്മുടെ കറൻസിയുടെ മൂല്യം വല്ലാണ്ട് ഇടിയുന്നു. ഡോളറിന് നമ്മുടെ കറൻസിയേക്കാൾ വലിയ മൂല്യം കണക്കാക്കപ്പെടുന്നു. ഇതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിപണിയിൽ എന്താ പറയുക, ദുർവ്യയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി. വിപണിയിൽ വലിയ രീതിയിൽ നമ്മൾ വാങ്ങിക്കൂട്ടുന്നു, നമ്മുടെ പണത്തിന് മൂല്യമില്ലാണ്ടാകുന്നു. അതാണ് മറ്റൊരു സാധ്യത. അതായത് നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ ദുർവ്യയം ചെയ്ത് വാങ്ങുന്നു എന്നുള്ളൊരവസ്ഥയാണ് പണപ്പെരുപ്പത്തിൻ്റെ മറ്റൊരു ലക്ഷണം. അപ്പം ഇതേപോലെ ഉള്ളൊരു സംഗതി വരുമ്പോൾ എന്തായിരിക്കും? നമ്മൾ വിപണിയിലോട്ട് പണം ഇറക്കുന്നത് ചുരുക്കും. നമ്മൾ വേണമെങ്കിൽ ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കിയെന്നിരിക്കും. ഇപ്പോൾ വില കൂടിയെന്ന് കാണുമ്പോൾ വിപണിയിൽ നിന്ന് നമ്മൾ ചില സാധനങ്ങൾ തൽക്കാലം വാങ്ങേണ്ടെന്ന് നിശ്ചയിക്കും. അങ്ങനെ ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. മനസ്സിലായി? ഈ വിലക്കയറ്റം ഉണ്ടായ അതേ സാഹചര്യം തന്നെ വിലക്കുറവിലേക്കും എത്തിക്കും. കാരണം വിപണിയിൽ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ വരുമ്പോൾ അതിൻ്റെയും കൂടി ഒരു ലക്ഷണമായിട്ട് നമ്മളിതിനെ കാണും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇതാണ് അവസ്ഥ. ഇനി ഈ പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം, അവർ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് ഈ അധിക നികുതി ഏർപ്പെടുത്തുമല്ലോ സംസ്ഥാന സർക്കാർ, എന്തുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു? അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ വില വർധന ഒഴിവാക്കാൻ പറ്റുമല്ലോ. കഴിഞ്ഞ സർക്കാരിനെ വിമർശിച്ചവരാണ്. അപ്പൊ നമ്മൾ എന്താണ് അത്തരം ഒരു സാധ്യതയും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം.
ഈ പെട്രോളും ഡീസലും എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംഗതിയല്ല, വിദേശത്തുനിന്ന് കൊണ്ടുവരണം. അത് നമ്മൾ അവിടുത്തെ റിഫൈനറിയിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ നമ്മൾ വാങ്ങിയ രാജ്യത്ത് ഏതാണോ അവിടെ കൊടുക്കുന്ന പൈസ പ്ലസ് റിഫൈനറിയിലെ ചാർജ്, ഇതെല്ലാം കൂടിയാണ് അതിന്റെ മൊത്തം മുടക്കുമുതൽ എന്ന് പറയുക. പിന്നെ വരുന്നതെല്ലാം മറ്റ് ചാർജുകളാണ്. ഇതെല്ലാം കൂടി ചേർത്താണ് ഒരു വിൽപ്പന വിലയായിട്ട് വരുന്നത്. ഈ മറ്റ് ചാർജുകൾ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ ഏജൻസി കമ്മീഷൻ, ഈ നമ്മുടെ പെട്രോൾ ബങ്കുകൾ നടത്തുന്നവർക്കും പണം വേണമല്ലോ. ഇതിന്റെ പുറമെ ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ വാറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ചുമത്തും, മൂല്യവർദ്ധിത നികുതി, വാല്യൂ ആഡഡ് ടാക്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പോൾ ഈ സാധാരണഗതിയിൽ നമ്മളൊരു സാധനം 10 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 2 രൂപ ടാക്സ്, 2% ടാക്സ്, 2 രൂപ ടാക്സ്, ക്ഷമിക്കണം 20% ടാക്സ്, അതാണ് 2 രൂപ, അങ്ങനെ അതാണ് ആ ഒരു രീതി. പക്ഷെ ഈ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ പെട്രോളിന് 50 രൂപയാണ് വിലയെന്ന് കരുതുക. ആ 50 രൂപയ്ക്കാണ് നമ്മൾ നികുതി ചുമത്തേണ്ടത് സാധാരണഗതിയിൽ. പക്ഷെ വാറ്റ് എന്ന് പറയുന്നത് ഈ 50 രൂപയ്ക്ക് ഉള്ളതിന് നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് ഒരു 10 രൂപയെന്ന് കരുതിക്കും. മൊത്തം 60 രൂപ പ്ലസ് ഏജൻസി കമ്മീഷൻ ഒരു 5 രൂപ, 65 രൂപ. ഈ 65 രൂപയ്ക്ക് ടാക്സ് കണക്കാക്കും. അതാണ് ഈ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ നിലവിൽ നമ്മുടെ കേരളത്തിൽ 30% വാല്യൂ ആഡഡ് ടാക്സ് കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ പെട്രോളിന് ഞാനത് ഈ ഡാറ്റ തയ്യാറാക്കിയ സമയത്തെ കണക്കാണ് പറയുന്നത്. ഏതാണ്ട് 57 രൂപയാണ് ഞാൻ ഈ പറയുന്ന പോലെ റിഫൈനറിയിലെയും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഷിപ്മെന്റ് ചാർജും എല്ലാം കൂടി ചേർത്ത് പെട്രോൾ 1 ലിറ്റർ പെട്രോളിന് 57 രൂപയാണെന്ന് കരുതുക. പ്ലസ് അതിൻ്റെ കൂടെ കേന്ദ്ര സർക്കാരിന്റെ എക്സൈസ് ഡ്യൂട്ടി പ്ലസ് ഡീലർ കമ്മീഷൻ ഒരു 3 രൂപ, ഒരു 4 രൂപയ്ക്ക് അടുത്ത്. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, കേന്ദ്ര സർക്കാർ ഈ എക്സൈസ് ഡ്യൂട്ടി കണക്കാക്കുന്നത് ശതമാന നിരക്കിലല്ല, 1 ലിറ്ററിന് ഇത്ര രൂപ എന്ന നിരക്കിലാണ്. നേരത്തെ 13 രൂപയായിരുന്നു. അതിൽ ഈ പുതിയ സവിശേഷ സാഹചര്യം വന്നപ്പോൾ അതിൽ 10 രൂപ വേണ്ടാന്ന് വെച്ചു. ഇപ്പം നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ എക്സൈസ് ഡ്യൂട്ടി 3 രൂപയുള്ളൂ. പക്ഷെ ഇതുകൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടില്ല. കാരണം ഈ വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഈ ക്രൂഡ് വില 100-ൽ നിന്ന് താഴെ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരാം. അതായത് പെട്രോളിയം കമ്പനികൾ പറയുന്ന ന്യായത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി. ഈ എക്സൈസ് കേന്ദ്രത്തിന്റെ എക്സൈസ് ഡ്യൂട്ടി 13 ആയിരുന്നത് 3 രൂപയായിട്ട് 10 രൂപ കുറച്ചു. അതിന്റെ ആനുകൂല്യം പെട്രോളിയം കമ്പനികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. കാരണം ആ സമയത്ത് ഈ ക്രൂഡ് ഓയിലിന്റെ വില $100 കവിഞ്ഞു പോയിരുന്നു. ഇപ്പോഴല്ല, ആ സമയത്ത് തെരഞ്ഞെടുപ്പ് ആയത് കാരണമാണ് നമ്മൾ വില കൂട്ടാതിരുന്നത്. അപ്പൊ അന്നുണ്ടായ നഷ്ടം പരിഹരിക്കുന്നത് ഇപ്പോഴാണ്. മനസ്സിലായി. കിട്ടിയോ? അപ്പൊ പെട്രോളിയം കമ്പനികൾ പറയുന്നത് ഞങ്ങളുടെ പ്രതിദിന നഷ്ടം 1700 കോടി രൂപയാണെന്നാണ്. 1 ലിറ്റർ ഡീസൽ അവർ 6 രൂപയോളം നഷ്ടം സഹിച്ചാണ് അത്ര വിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി മുൻകാല പ്രാബല്യത്തോടെ നഷ്ടം നികത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വില വർധനവ് വന്നേക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 57 രൂപയാണ് ഈ റിഫൈനറിയിലെ ചാർജും ഷിപ്മെന്റ് ചാർജും ഈ നമ്മുടെ പെട്രോൾ എത്തിക്കുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് കണക്കാക്കുക. അതിൻ്റെ കൂടെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ 13 രൂപ എന്നുള്ള 13 ഈ കൂട്ട് അതും കൂടി കണക്കാക്കുക. പ്ലസ് ഏജൻസി കമ്മീഷൻ എല്ലാം കൂടി ഒരു 70 രൂപയ്ക്ക് അടുത്ത് എത്തിയെന്ന് കരുതുക. ഇതിൻ്റെ 30% ടാക്സ്. സാധാരണഗതിയിൽ അത് തീവട്ടി കൊള്ളയാണ്. കാരണം ഈ നികുതിക്ക് എന്തിനാണ് നികുതി ചുമത്തുന്നത്? മനസ്സിലായോ? അപ്പോൾ ഉൽപ്പന്നത്തിനാണ് നികുതി വരുത്തുന്നത്. അപ്പോൾ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇതും കൂടി ചുമത്തിയാണ് സംസ്ഥാന സർക്കാർ ഈടാക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ചോദ്യം വരും, ഇത്രയും ഒരു പിടിച്ചു വാങ്ങലാണല്ലോ, ഈ വാല്യൂ ആഡഡ് ടാക്സ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് ഒരു ആശ്വാസം കൊടുത്തുകൂടെ എന്നൊരു ചോദ്യം വരും. ന്യായമായ ചോദ്യം. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അങ്ങനെ ചെറിയ ഇളവൊക്കെ വരുത്തിയിരുന്നു. പക്ഷേ നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്തിന് ആകെയുള്ള വരുമാനം ഒന്ന് കള്ളു വിൽക്കണം, ലോട്ടറി വിൽക്കണം, പിന്നെ പെട്രോള് ഈ വരുന്ന ടാക്സ് മേടിക്കണം. ഇതല്ലാണ്ട് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് വരുമാനം എന്ന് പറയുന്നത് വട്ടപൂജ്യം എന്നല്ല, ഇതാണ് പ്രധാന വരുമാനം. അതെ. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം, മറ്റുള്ളവർക്ക് പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ, ഇവിടെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിർവഹിച്ചു പോകുന്നത്. അപ്പൊ ഈ വാല്യൂ ആഡഡ് ടാക്സ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. ഇത് കൂടാതെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇളവ് വേണമെന്ന് പറഞ്ഞാൽ ഒരു സാധ്യത നമ്മൾ പറയുന്നത് ഇത് GST നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ
വലിയൊരു ആശ്വാസം കിട്ടുമെന്നൊരു വാദം വന്നു. GST സ്ലാബ് അനുസരിച്ച് പരമാവധി ചുമത്തുന്ന ടാക്സ് എന്ന് പറയുന്നത് 28%. അപ്പൊ അതിന്റെ 2 പോർഷനായിട്ട് വീതിക്കപ്പെടും. തുല്യം 50% കേന്ദ്ര സർക്കാരിന് പോകും, സംസ്ഥാന സർക്കാരിന് അങ്ങനെ 14% കിട്ടുള്ളൂ. മനസ്സിലായി. അപ്പൊ ഇതൊരു സാധ്യതയാണ്. പക്ഷെ അതിലോട്ട് പോയാൽ നാട്ടുകാർക്ക് ഗുണമുണ്ട്, സർക്കാരിന് ഗുണമില്ല. കാര്യം സർക്കാരിന് ഈ സ്ഥിതിയിൽ വാറ്റ് ചുമത്തിയാലേ പരമാവധി പൈസ കിട്ടുള്ളൂ. കേന്ദ്ര സർക്കാരിന് ഇത് തന്നെയാണ് അവസ്ഥ. കേന്ദ്ര സർക്കാരിനും ഈ പറയുന്ന രീതിയിൽ അവരുടെ ഈ എക്സൈസ് ഡ്യൂട്ടി ചുമത്തുന്നതിന് പകരം ഈ പറയുന്ന രീതിയിൽ വാറ്റ് ഈ GSTയുടെ സ്ലാബിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോഴും ഈ വരുമാനം ഷെയർ ചെയ്ത് പോകും. നേരത്തെ അവർക്ക് മൊത്തമായിട്ട് കിട്ടുമെങ്കിൽ ഇവിടെ വരുമാനം ഷെയർ ചെയ്ത് പോകും. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ തത്വത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഇത് ഈ GSTയുടെ കീഴിൽ കൊണ്ടുവരുന്നതിൽ വാദിക്കുന്നുണ്ടെങ്കിലും അതിലോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ല, ഇതിലിപ്പോൾ ഈ പറയുന്ന നമ്മൾ പറയുന്ന പെൻഷനും ശമ്പളവും അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന UDFന്റെ പ്രഖ്യാപനങ്ങൾ വേറെ പലതും ഉണ്ട്. സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ അല്ല, ഇത് ഏത് ക്ഷേമ പദ്ധതിയും നടപ്പിലാക്കണമെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചുള്ള വരുമാന സ്രോതസ്സുകളിൽ കാര്യം പെട്രോളും ഡീസലും ഇല്ലാണ്ട് ഈ രാജ്യം നടക്കില്ലല്ലോ. ഈ കള്ള് വേണമെങ്കിൽ കുടിക്കാതിരിക്കാം, ലോട്ടറി വേണമെങ്കിൽ മേടിക്കാതിരിക്കാം, അതൊന്നും നമ്മുടെ ദൈനംദിനമായ ജീവിതം മാത്രമേ ഉള്ളൂ വരുമാനം. അതൊന്നും നമ്മുടെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമുക്ക് പെട്രോളും ഡീസലും ഇല്ലെങ്കിൽ നാട് നടക്കില്ല, ഒരു യാത്ര പോകാനൊക്കെ. കള്ളിനെ സംബന്ധിച്ചാണെങ്കിൽ LDF സർക്കാരിന്റെ ഭരണകാലത്ത് തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന പിന്നെ കള്ള് ഷോപ്പുകളല്ല ഇപ്പോഴത്തെ നമ്മള് ഈ മറ്റേ സബ്ജക്റ്റിൽ തന്നെ മാറി. അപ്പോൾ ഇതില് ഈ കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യത്തിൽ ഒരു പരിധിക്കപ്പുറം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാര്യം അവർ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. അവർ എക്സൈസ് ഡ്യൂട്ടി 13 ആയിരുന്നെന്നുള്ളത് പെട്രോളിന്റെ പുറത്തുള്ളത് അത് 3 ആക്കി കുറച്ചു. ഡീസലിന്റെ എക്സൈസ് ഡ്യൂട്ടി 10 രൂപയായിരുന്നു 1 ലിറ്ററിന്, അത് വേണ്ടാന്ന് വെച്ചു, 0 ഇത് കൂടാതെ രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ചില ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് 3% അധിക തീരുവ ചുമത്തി. അപ്പൊ അത് ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് ഈ ക്രൈസിസ് ഉണ്ടായി എന്നുള്ളത് നോക്കണമല്ലോ. സാധാരണഗതിയിൽ ഈ പെട്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇറാനുമായിട്ടുള്ള അമേരിക്കയുടെ സംഘർഷം തുടങ്ങിയത്. അതെ, ഫെബ്രുവരി 28 സംഘർഷം തുടങ്ങിയത്. ഈ ഫെബ്രുവരി ആദ്യ വാരത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില എന്ന് പറയുന്നത് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് $72 ആയിരുന്നു. അത് ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് ഏതാണ്ട് $135 വരെ പോയി. നിലവിൽ ക്രൂഡ് ഓയിലിന്റെ വില ഏതാണ്ട് ബ്രെന്റ് ക്രൂഡ് ഓയിലിന് $95 ഉള്ളൂ. $95 ഉള്ളൂ. അപ്പൊ മുമ്പത്തെ സാഹചര്യം അനുസരിച്ച് ഇപ്പൊ വില കുറഞ്ഞു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുൻകാല പ്രാബല്യത്തോടെ നഷ്ടം നികത്തുന്നതിന്റെ ആ സമയത്ത് വില കൂട്ടിയിരുന്നെങ്കിൽ ഇവിടെ പണി പാളിയാണ്. അതെ, ഇത് ഈ സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 2008 കാലയളവില് അന്ന് ക്രൂഡ് ഓയിലിന്റെ വില ഡോളറിന് $147 വരെ പോയിരുന്നു. ഇന്നത്തെ 2008 കാര്യം പറയുന്നത് അതിഭീകരമായ പ്രശ്നമാണ് ഉണ്ടായത്. പക്ഷെ അന്ന് കേന്ദ്ര സർക്കാരിന്റെ ഈ ഇന്ധന വില നയം വേറെയായിരുന്നു. അന്ന് കേന്ദ്ര സർക്കാരാണ് പെട്രോൾ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോ കേന്ദ്ര സർക്കാർ ഈ പെട്രോളിയം കമ്പനികൾക്ക് ഭീമമായ സാമ്പത്തിക നഷ്ടം ഉണ്ടായി. അപ്പൊ അവർക്കൊരു നഷ്ടപരിഹാരം എന്ന നിലയിൽ ഏതാണ്ട് 1.4 ലക്ഷം കോടി ഓയിൽ ബോണ്ടുകളായിട്ട്, അതായത് ഒരു പണം കൊടുക്കുന്നതിന് പകരം പെട്രോളിയം കമ്പനികളിൽ ബോണ്ടുകളായിട്ട് നിക്ഷേപിച്ച് അവരുടെ നഷ്ടം പരിഹരിക്കാനായിട്ട് നടപടിയെടുത്തു. ഘട്ടം ഘട്ടമായിട്ട് ഈ പണം കൊടുത്തു തീർക്കുകയാണ് പിന്നീട് ചെയ്തത്. പിന്നീട് 2011-2014 ലിബിയൻ സംഘർഷം വന്നു. ഈ 2008 ഈ ക്രൈസിസ് ഉണ്ടാകാൻ കാരണം ഈ ഉദാരവൽക്കരണമൊക്കെ അപ്പം മുതലാണ് എഫക്റ്റീവ് ആയത്. ഇന്ത്യയും ചൈനയും ഒക്കെ വളരെ രീതിയിലുള്ള വ്യാവസായിക പുരോഗതി കിട്ടിയപ്പോൾ ഈ അസംസ്കൃത വസ്തുക്കൾക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും വലിയ രീതിയിൽ ഡിമാൻഡ് വർദ്ധിച്ചു. അപ്പോൾ അന്ന് ഈ ഒപെക് രാജ്യങ്ങളൊക്കെ വളരെ പരിമിതമായ തോതിൽ ഈ അവസരം പരമാവധി മുതലാക്കാൻ വേണ്ടി പരിമിതമായ തോതിൽ മാത്രമേ ഉൽപ്പാദനവും നടത്തിയുള്ളൂ. അങ്ങനെയാണ് അത്രയും വില വർധനമൊക്കെ ഉണ്ടായത്. പിന്നീട് 2011-14 കാലയളവിൽ ലിബിയൻ സംഘർഷം ഉണ്ടായ ലിബിയ ഒരു ക്രൂഡ് ഓയിൽ ഉണ്ടാക്കുന്ന രാജ്യമാണ്, കൂടാതെ മിഡിൽ ഈസ്റ്റ് രാജ്യവുമാണ്. അവിടെ സംഘർഷം ഉണ്ടായപ്പോൾ അപ്പോഴും ക്രൂഡ് ഓയിൽ വില $100 മുകളിൽ പോയി. പക്ഷെ അന്ന് വില വർധനവ് പെട്രോളിന് 76 രൂപയും ഡീസലിന് 65 രൂപയും വന്നിട്ടുള്ളൂ. പിന്നീട് വില വർധനവ് ഉണ്ടായത് 2022 ഫെബ്രുവരി സമയം മുതലാണ്. അന്നാണ് റഷ്യ ഉക്രൈൻ സംഘർഷം തുടങ്ങിയത്. അപ്പൊ അന്ന് ഇതേപോലെ ഒരു ഇലക്ഷന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഏതാണ്ട് 137 ദിവസം കഴിഞ്ഞിട്ടാണ് വില വർധനവ് നടപ്പിലാക്കി തുടങ്ങിയത്. പക്ഷെ അന്ന് ആളുകളെ നേരിട്ട് ഒറ്റയടിക്കാൻ കൂട്ടുന്നതിന് പകരം പെട്രോളിയം കമ്പനികൾ ഒരു തന്ത്രം ചെയ്തു. 80 പൈസ വെച്ച് ഓരോ ദിവസം വെച്ചാണ് കൂട്ടിയത്. വളരെ ഈ സ്ലോ പോയിസണിങ് എന്ന് പറയുന്നത് 2014
അല്ല 2022 കാലയളവിൽ. അപ്പൊ പെട്രോൾ കമ്പനികൾക്ക് വില വർദ്ധിക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ പുതിയ നയം വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും ഇതേപോലെ ഈ പറയുന്ന പ്രകാരമാണെങ്കിൽ വരുന്ന ദിവസങ്ങളിലും പെട്രോളിയം വില വർധന, ഡീസൽ വില വർധന ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതിന് കാരണവും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്തു കഴിഞ്ഞു. അല്ല പ്രേം, ഒരു സംശയം, ഈ ക്രൂഡ് വില കുറയുമ്പോഴും അത് കുറയ്ക്കേണ്ടതില്ല, അനുസരിച്ച് കുറയേണ്ടതല്ലേ? അത് അങ്ങനെ കുറയ്ക്കേണ്ടതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മുൻകാല പ്രാബല്യ. അത് എത്ര നാൾ അപ്പോഴേക്കാണ്? കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. മുൻകാല പ്രാബല്യത്തിന്റെ പ്രശ്നം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഏതാണ്ട് ഫെബ്രുവരി 28 മുതൽ ഏതാണ്ട് 90 ദിവസം യുദ്ധം നീണ്ടല്ലോ. ഒരു ദിവസം ഏകദേശം 1700 കോടി രൂപ നഷ്ടം എന്ന് അവർ പറയുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എത്ര ഭീമമായ സാമ്പത്തിക നഷ്ടം പിടിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോഴുള്ള പ്രശ്നം ഇപ്പൊ പരിഹരിക്കുന്നു. പക്ഷെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കേട്ടോ. ഈ സംഘർഷം ഉടനെ തീരുമെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ ക്രൂഡ് ഓയിൽ വില പഴയ സ്ഥിതിയിലോട്ട് എത്തിയാൽ ഈ ഒരു ഭാരം അത്രക്കുണ്ടാകില്ല എന്ന് വേണം കരുതാൻ.